ചാരു എന്റെ പെങ്ങളുടെ മകൾ. അവൾക്ക് എല്ലാവരും സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. പെയ്തൊഴിയാതെ എല്ലാ ദിവസവും വൈകുന്നേരം 6:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. എന്റെ ജീവൻ പകരം നന്നായാലും നിങ്ങൾക്കൊരു പ്രശ്നം വന്നാൽ ഏട്ടൻ മാറി നിൽക്കില്ല. വാ, അവിടെ ഇരിക്കാം. ക്ഷീണമുണ്ടോ സർ? മദ്യത്തിന്റെ അടുത്തെത്തിയിട്ട് പോലും എന്താ കുടിക്കാതിരുന്നേ? മദ്യത്തിന്റെ ഗ്ലാസ് ചുണ്ടിനോട് അടുത്തതാ. അപ്പോഴാ പോലീസുകാരുടെ വരവ്. അത് ദൈവം വന്ന് വിളിച്ചതാ സർ. അല്ലായിരുന്നെങ്കിൽ നമ്മുടെ വിവേക്. കുടിക്കാതിരുന്നതിന്റെ ഗുണം ഇപ്പോഴെങ്കിലും മനസ്സിലായോ സാറിന്? അതേ നന്ദിനി, എന്റെ മദ്യപാനം മൂലം വിവേകിന് എന്തെങ്കിലും സംഭവിച്ചു പോയിരുന്നെങ്കിൽ ഈ ജന്മം മുഴുവൻ എനിക്ക് സ്വസ്ഥത കിട്ടില്ലായിരുന്നു. സൂര്യ, നമ്മുടെ വിവേകിന്റെ ഓപ്പറേഷൻ സക്സസ്ഫുൾ ആണെന്ന് ഡോക്ടർ ഇപ്പൊ പറഞ്ഞു. ഇനി എന്തിനാ നീ കരയുന്നേ? അവൻ ഇനി ഒരു കുഴപ്പമില്ല. ദേ, നീ നോക്കിക്കോ, എഴുന്നേക്കാൻ പാടില്ല എന്ന് ഡോക്ടർമാര് പറഞ്ഞാൽ പോലും അവൻ ഇങ്ങനെ എഴുന്നേറ്റ് വരും. നേരം വെളുത്തിട്ട് ആരതിയെ വിളിച്ചിരുന്നോ? വിളിച്ചിരുന്നു. വിവേക് ഓക്കെയാ. നിങ്ങൾ രാത്രി എപ്പോഴാ തിരിച്ചു വന്ന? 4 മണി കഴിഞ്ഞു. സൂര്യ സാറ് പോരുന്നുണ്ടായിരുന്നില്ല. അത്രയ്ക്ക് ഇഷ്ടല്ലേ വിവേകിന്. ഇത്രയും വൈകിയാണ് വന്നതെങ്കിലും മോൾ ഇതൊക്കെ രാവിലെ തന്നെ ചെയ്യുന്നത് എന്തിനാ? റെസ്റ്റ് എടുക്കായിരുന്നില്ലേ? അതൊന്നും സാരില്ല സർ. നാട്ടില് താന്നിയൂരമ്മയുടെ ഉത്സവമൊക്കെ വരുമ്പോഴേ 3-4 ദിവസമൊക്കെയാ ഞങ്ങൾ ഉറക്കൊഴിയ. അതൊന്നും എനിക്ക് ഇദ്ദേഹത്തെ തട്ടില്ല. കൊടുകൈ അല്ല, ഇതെന്തിനാ? ഇന്നലെ ആ സമയത്ത് നീ വന്ന് രക്തം കൊടുത്തില്ലായിരുന്നെങ്കിൽ വിവേകിന്റെ അവസ്ഥ എന്താവുമായിരുന്നു? ശരിയാച്ച, ഞാൻ ഇന്നലെ മുഴുവൻ ഹോസ്പിറ്റലിൽ ഇരുന്നത് ആലോചിക്കായിരുന്നു. നീ ആദ്യമായിട്ടല്ലേ ബ്ലഡ് കൊടുക്കുന്നത്? അതെ, അതിനാദ്യമായിട്ടാണല്ലോ 2 ദിവസം അടുപ്പിച്ച് ബോധം ഉണ്ടായിരുന്നത്. താൻ ഞെട്ടി കണ്ണുള്ളതൊന്നും വേണ്ട, ഞാൻ പറഞ്ഞ നേരാ. എടാ, നീ ഇന്നലെ മദ്യപിക്കാതിരുന്നതിന്റെ പേരിൽ ഒരു ജീവൻ രക്ഷിക്കാൻ സാധിച്ചു. മദ്യപിക്കുന്ന ഒരാൾക്ക് ഇങ്ങനെ എന്തെങ്കിലും കാര്യം അവകാശപ്പെടാനുണ്ടോ? അങ്ങനെ ചോദിച്ചാ ഈ ബ്ലഡ് കൊടുക്കുന്ന കാര്യത്തിലല്ല. പക്ഷെ ഈ അടിച്ചിങ്ങനെ ലെവലാകുമ്പോ സ്വർഗത്തിലൂടെ ഒരു യാത്രയുണ്ട്. അതും എന്ത് ലെവലാണെന്ന് അറിയോ? അതങ്ങനെ പോയി 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 നല്ല കാറ്റൊക്കെ കൊള്ളിച്ച് നമ്മളെന്നെ തഴുകി ഉറക്കും. അച്ഛനത് ഫീൽ ചെയ്യണമെങ്കിൽ നമുക്ക് 2 പേരും കൂടെ 2 അടിക്കാം. ഒറ്റ അടി വെച്ച് തന്നാലുണ്ടല്ലോ. സാറടിക്ക്, ഞാൻ വിളമ്പാ. കഴിക്കാൻ ഒരു മൂടില്ല നന്ദിനി. ആ മദ്യത്തിനെ കുറിച്ചുള്ള ചിന്ത കുറച്ച് സമയത്തേക്കൊന്ന് മാറ്റിവെക്കേ. അപ്പ സ്വാദോടെ കഴിക്കാൻ പറ്റും. ആ ചിന്ത മാറിയിട്ട് എനിക്ക് ഒന്നും വേണ്ട. അച്ഛാ, ഞാൻ ഇന്നൊരു ഡോക്ടറെ വിളിച്ചു. അയാളോട് ഞാൻ എന്റെ എല്ലാ അവസ്ഥയും പറഞ്ഞു. പക്ഷേ അയാള് വെറും ഫ്രോഡാ. അയാൾ എന്നോട് പറയാ, നഷ്ടപ്പെട്ട ലഹരി തിരിച്ചു കിട്ടാൻ മരുന്നൊന്നും ഇല്ലാന്ന്. പിന്നെ അയാൾ എന്ത് ഡാക്ടർ? ചുമ്മാ. നീ മിണ്ടാതെ അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ടോ? അവിടെ ഇരിക്കേ, കഴിക്കേ. മതി 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 നന്ദിനി. സാർ ഇതിൽ കൂടുതൽ കഴിക്കുന്നല്ലേ? കഴിക്കേ. ഇതാണ് കുഴപ്പം. അകത്ത് കുറച്ച് മദ്യം ഉണ്ടെങ്കിൽ ഞാൻ നന്നായിട്ട് ഭക്ഷണം കഴിക്കും. ഇപ്പൊ മദ്യമില്ല. അപ്പോ
എന്നെ ഈ കോലത്തിൽ തന്നെ കാണണമെങ്കിൽ എനിക്ക് ലഹരി തിരിച്ചു കിട്ടാനുള്ള മാർഗങ്ങള് നിങ്ങൾ രണ്ടുപേരും കൂടെ കണ്ടുപിടിച്ചു. ആ അല്ലെങ്കിൽ ഞാൻ ക്ഷീണിച്ചു പോവേ. എടാ, രുചിയൊക്കെ ഉണ്ടോ ഭക്ഷണത്തിന്? രുചി ഉണ്ടാവും. ബിക്കോസ് എന്റെ ഭാര്യ നന്ദിനി വെച്ചതല്ലേ. ഓ, ഇത് രാവിലെ വൈകുന്നേരവും കൊടുക്കണോ? എന്തിനാ അറിഞ്ഞിട്ട്? അല്ല, എല്ലാവരുടെയും ശീലങ്ങള് നന്ദിനി പറഞ്ഞു തരാറുണ്ടല്ലോ. ഇതുകൂടി അറിഞ്ഞിരുന്ന നന്ദിനിക്ക് എന്തെങ്കിലും തിരക്കുണ്ടെങ്കിൽ ഞാൻ എടുത്തു കൊടുത്തോളാം. ഇതിനെ കുറിച്ച് ഒരുപാട് ടെൻഷൻ ആവണ്ട. ഇത് ഞാൻ തന്നെ കൊണ്ടുപോയി കൊടുത്തോളാം. ഓ, ഭർത്താവിന് വേറെ ആരും ഒന്നും കൊണ്ടുപോയി കൊടുക്കുന്നത് നന്ദിനിക്ക് ഇഷ്ടമല്ലായിരിക്കും അല്ലേ? അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ, ചെറുപ്പം മുതലേ ഇങ്ങനെയാണോ? എങ്ങനെ? ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുന്നത്? ചില നേരത്തെ ചോദ്യങ്ങളെല്ലാം കൂടി കേൾക്കുമ്പോഴേ ആരോ പറഞ്ഞിട്ട് ചോദിക്കുന്ന പോലെ തോന്നുന്നത്. അയ്യോ, എന്നെ കൊണ്ട് ആര് ചോദിക്കാനാ? എന്റെ പൊന്നെ, നന്ദിനി എന്നെ സംശയിക്കുവാണെങ്കിൽ ഞാൻ ഇവിടുന്ന് പൊക്കോളാം. ഇപ്പൊ തിരക്ക് പിടിച്ചു പോണ്ട. ഈ ചോദ്യങ്ങളൊക്കെ ഒന്ന് കുറച്ചാ മതി. അതെന്താണെന്നോ നന്ദിനി, വീട്ടിൽ നിന്ന് അയാളുടെ കൂടെ പോന്നിട്ട് സത്യം പറഞ്ഞ ഞാൻ ഒരാളോട് നേരെ ചൊവ്വെ മിണ്ടിയിട്ടില്ല. എന്നും കുടിച്ചു വന്ന് തല്ലുന്ന ഒരാളോട് ഒരുപാട് സംസാരിക്കാൻ പറ്റില്ലല്ലോ. നേരം വെളുത്തെണീക്കുമ്പോ നല്ല ദേഷ്യമായിരിക്കും, അപ്പോഴും അടി കിട്ടും. പിന്നെ വീട്ടിലാരും ഇല്ലാത്തപ്പോ ഞാൻ തനിച്ചിരുന്ന് സംസാരിക്കും. അടുക്കളയിൽ കയറുവാണെങ്കിലും പാത്രങ്ങളോടും ചട്ടികളോടും ഒക്കെയാ എന്റെ കലവില. പതുക്കെ പതുക്കെ ഞാൻ തിരുത്തിക്കോളാം. നന്ദിനിക്ക് എന്നോട് ദേഷ്യമൊന്നും വേണ്ട കേട്ടോ. അയ്യോ, ഞാനങ്ങനെ ദേഷ്യത്തിലൊന്നും പറഞ്ഞതല്ല. നമ്മളൊക്കെ ജോലിക്കാരല്ലേ. നമ്മൾ ഏറ്റവും ആദ്യം നിയന്ത്രിക്കേണ്ടത് നമ്മളെ തന്നെയാ. മറ്റുള്ളവർക്ക് ഇഷ്ടമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കുക, മറ്റുള്ളവർക്ക് ഇഷ്ടമില്ലാത്ത പ്രവൃത്തികൾ ചെയ്യാതിരിക്കുക. ഞാൻ ശ്രദ്ധിച്ചോളാം നന്ദിനി. എന്താ ഇത്? എന്തേലും ചെറിയൊരു കാര്യം പറഞ്ഞാൽ കരയാണോ? വേറെ ആരെങ്കിലും പറഞ്ഞാൽ എനിക്കൊന്നും തോന്നില്ല. ഇത്രയും വിശ്വസിച്ച് എന്നെ സഹായിച്ച നന്ദിനിയല്ലേ. നന്ദിനിക്ക് ഞാൻ കാരണം ബുദ്ധിമുട്ടാണെന്ന് തോന്നിയപ്പോ മതി മതി, കണ്ണു തുടക്കേ. ആ പുറത്തുണങ്ങാൻ വെച്ചിരുന്ന മുളക് എടുത്തായിരുന്നോ? അയ്യോ, ഞാനത് കണ്ടില്ലല്ലോ. സാരമില്ല, ഞാൻ എടുത്തോളാം.